ഇവിടെ നമ്മൾ നടത്തിയ ചർച്ചയില് ഈ ചികിത്സാ പിഴവുണ്ടോ എന്നാണ് ഇവിടെയുള്ള ചർച്ച ചെയ്തത്. അപ്പൊ അത് ഒരു മയപ്പെടുത്തിയാണ് ചികിത്സാ പിഴവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. 2, ബൈക്ക് ഓടിച്ചു പോയ സനൂപ് എങ്ങനെയാണ് കണ്ണുമില്ലാതെയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടോ എന്ന് സാറൊക്കെ കൂടി ആലോചിച്ച് അത് ചെയ്യണം. അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇപ്പൊ ഞാൻ കോതമംഗലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ ആദിവാസി മേഖലയിൽ നിന്ന് വരെയുള്ള ഹൈറേഞ്ചിന്റെ കവാട ഒത്തിരി രോഗികൾ വന്ന കുറച്ച് നാളെ മുമ്പ് അവിടെ ഡോക്ടർ ഇല്ലാണ്ട് 8 ഡോക്ടർമാരുള്ളതിൽ ഡോക്ടർ ഇല്ലാണ്ട് വന്നിട്ട് സമരമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരാള് വന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് ആശുപത്രികൾ ആരും വരത്തില്ല. അവിടെ കാസർഗോഡ്, ഹൈറേഞ്ചസ്, ഇടുക്കി, പത്തനംതിട്ടയുടെ ചില ഉൾഭാഗങ്ങൾ അവിടെ ഒന്നും ആൾക്കാർ സർവ് ചെയ്യാൻ തയ്യാറല്ല. എന്ത് ചെയ്യും? കോതമംഗലമൊക്കെ അങ്ങനെ ഉള്ള മേഖലയിലല്ലോ, മെയിൻ ടൗൺ അല്ലേ. അപ്പൊ അതുപോലെ ഈ ഇരകൾക്ക് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരവും അവർക്ക് ജീവിക്കാനുള്ള സംവിധാനവും ചെയ്യാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നല്ല ഇത് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടറെ, ഇതിപ്പോൾ എന്തായാലും നമ്മുടെ രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. നമ്മളിപ്പം കൂടുതൽ 7 സ്റ്റാർ 5 സ്റ്റാർ ഹോസ്പിറ്റൽസൊക്കെ ഇനിയും കേരളത്തിൽ വരും. അതൊക്കെ എനിക്ക് തോന്നുന്നത് വിദേശത്തു നിന്നൊക്കെ ചില ആശുപത്രി സംവിധാനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവരൊക്കെ ശരിക്കും ഇൻവെസ്റ്റേഴ്സാണ്, ഈ ആശുപത്രി മേഖലയിലുള്ളവരല്ല. അപ്പോൾ ഈ ആശുപത്രി സംവിധാനങ്ങൾ ഇവർ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ രോഗികൾ കുറച്ചുകൂടെ വലയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിലിരിക്കുന്ന 3.5 കോടി രോഗികളെ കൊണ്ട് ഈ 18% ലാഭം ഉണ്ടാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് ഇനി കഴിയില്ല. അപ്പോൾ ഒന്നുകിൽ രോഗികളുടെ റിക്കറിങ് പേഷ്യൻ്റ് ആക്കുക, രോഗം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുക, അവരുടെ രോഗം ഭേദമാകാതിരിക്കുക, അല്ലെങ്കിൽ രോഗികൾ റിപ്പീറ്റ് ചെയ്ത് വരിക. അങ്ങനെയൊക്കെ ചില കരണീയമായ മാർഗ്ഗങ്ങളെ നമ്മുടെ മുന്നിൽ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോൾ സാധാരണ രോഗികളുടെ ആംഗിളിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രേക്ഷകരുണ്ടാവും, അവർക്കൊക്കെ പേടിയാവും ഇതൊക്കെ കേൾക്കുമ്പോൾ, ഓരോ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ. അവരെന്താണ് ചെയ്യേണ്ടത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ? ഡോക്ടേഴ്സ് എപ്പോഴും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രോഗികളെ രക്ഷപ്പെടുത്താൻ, ഇപ്പോൾ ഏത് വൻ കമ്പനി വന്ന് തുടങ്ങിയാലും ഡോക്ടേഴ്സ് എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഡോക്ടേഴ്സിനൊരു സ്ഥലത്തിരുന്ന് ഇത്രയും സാലറി കിട്ടുന്ന ചിലർക്ക് കുറച്ച് അത്രയും സാലറി കിട്ടുമായിരിക്കും, പക്ഷേ എത്ര സാലറി കൂടുതൽ വാങ്ങുന്നോ അത്രയും കൂടുതലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരും അത്രയും പക്ഷേ റിക്കറിങ് പേഷ്യൻസ് ആക്കാൻ ഒരു ഡോക്ടറും ആഗ്രഹിക്കത്തില്ല. 99.5% ഡോക്ടേഴ്സും അങ്ങനെ രോഗികളെ ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നാൽ അതേ സാധ്യതയുള്ളൂ, ചില ഓപ്ഷൻസ് ആണ്. അങ്ങനെ ഡോക്ടേഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല.